ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 രണ്ടാമത്തെ വോള്യത്തിലെ ഏറ്റവും ഫൈനലായിട്ടുള്ള 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് എബിസ് എന്ന അൺനോൺ ആയിട്ടുള്ള ഇതുവരെ ആർക്കും അറിയാത്ത ആ ഒരു വേൾഡിനെ റിയൽ വേൾഡ് ആയിട്ടുള്ള ഹോക്കിൻസുമായിട്ട് മേർജ് ചെയ്യലാണ് വെക്നയുടെ യഥാർത്ഥ പ്ലാൻ എന്നും ഇന്ന് രാത്രി തന്നെ അവൻ അങ്ങനെ അപ്സൈഡ് ഡൗൺ എന്ന ആ ഒരു ബ്രിഡ്ജിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ എബിസ് എന്ന ലോകത്തിനെയും അതുപോലെ നമ്മുടെ റിയൽ വേൾഡിനെയും കൂട്ടി യോജിപ്പിച്ച് അവൻ ആഗ്രഹമുള്ള ഒരു വേൾഡാക്കി മാറ്റുമെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ പിള്ളേരെല്ലാരും കൂടിയിട്ട് എങ്ങനെയെങ്കിലും അപ്സൈഡ് ഡൗണിലേക്ക് എത്തിയിട്ട് വെക്നേനെ കൊന്നു കളഞ്ഞ് ഈ എബിസ് എന്ന ലോകവും അതുപോലെ അപ്സൈഡ് ഡൗണിനെയും എല്ലാത്തിനെയും ബോംബിട്ട് നശിപ്പിച്ച് കളയാനും അവർ പ്ലാൻ ചെയ്യായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് അവർ അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നത് വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇപ്പോൾ അപ്സൈഡ് ഡൗണിലേക്ക് എത്തുന്നവര് 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പൊ എല്ലും ഹോപ്പറും കലിയും മ്യൂറേ അടങ്ങുന്ന അവർ 4 പേരും കൂടിയിട്ട് അപ്സൈഡ് ഡൗണിലെ ആ ഒരു ലാബിനെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട്. ഇതേ നേരം അവരെ നിരീക്ഷിച്ചുകൊണ്ട് മിലിറ്ററി അവർ ഫോളോ ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് വെക്ന ഇപ്പോൾ അവൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു 12 വെസൽസ് ആയിട്ട് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവന്റെ പ്ലാൻ പ്രകാരം എബിസ് എന്ന ആ ഒരു വേൾഡിനെ റിയൽ വേൾഡ് ആയിട്ടുള്ള ഹോക്കിൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതേ നേരം ആ ഒരു ഗേറ്റ് തന്നെ ഓപ്പൺ ആയതിന്റെ പിറകില് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കെയും ബാക്കി മിലിറ്ററി ഓഫീസേഴ്സും കൂടിയിട്ട് എറിക്കയുടെയും ആ ഒരു പ്രൊഫസറും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് ആ ഒരു റേഡിയോ സ്റ്റേഷന്റെ വണ്ടി കാണുമ്പോൾ നമ്മുടെ റോബിനും സംഘവുമാണ് ഇതിന് പുറകിൽ നിന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ആകട്ടെ നമ്മുടെ റോബിനും ഡസ്റ്റിനും മൈക്കും ഒക്കെ അടങ്ങുന്ന 2ാമത്തെ ടീം ആകട്ടെ അപ്സൈഡ് ഡൗണിലുള്ള ആ ഒരു റേഡിയോ സ്റ്റേഷന് സൈഡിലായിട്ടുള്ള ടവറിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടതുപോലെ ഈ അപ്സൈഡ് ഡൗണും ആ ഒരു ബ്രിഡ്ജും ഒക്കെ ഒരു അവർ ഗ്ലാസ് ഷേപ്പ് പോലെ ആയതുകൊണ്ട് ഈ അപ്സൈഡ് ഡൗണിലെ ആ ഒരു ടവർമേൽ കയറുകയാണെങ്കിൽ അവർക്ക് എബിസിലേക്ക് എത്താനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. സോ അങ്ങനെ ആ ഒരു ടവർ ലക്ഷ്യമാക്കി ഇവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ 1ാമത്തെ ടീമായിട്ടുള്ള നമ്മുടെ ഹോപ്പറും ലെവനും കലിയൊക്കെ ആ ഒരു ലാബിലുള്ള ഡെപ്രിവേഷൻ ടാങ്കിന് അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ടാങ്കില് അവളെ കൊണ്ട് ഇടുകയാണെങ്കിൽ ലെവന് അവളുടെ പവേഴ്സ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് വർക്ക് പറ്റുന്ന മാത്രമല്ല അവൾക്ക് വെക്നേനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ കൂടി സാധിക്കും. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ അവരൊരു ലാബിലേക്ക് കയറുമ്പോൾ എലവന് പണ്ടത്തെ പപ്പ അവൾ ആദ്യമായിട്ട് ഈ ഒരു ലാബിലേക്ക് കൊണ്ടുവരുന്നതും പിന്നീട് അവൾ എക്സ്പെരിമെന്റ്സിനായിട്ട് യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഒക്കെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ ആ ഒരു ലാബിലുള്ള ഡെപ്രിവേഷൻ ടാങ്ക് ഒക്കെ കണ്ടുപിടിച്ച് ഹോപ്പർ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് എലവനെ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കും മുമ്പ് അവളെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇവര് നിരന്തരമായിട്ട് നമ്മുടെ ഡസ്റ്റിനും ടീമിനോടും സിഗ്നൽസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് നേരത്തെ ഇവര് മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് വെക്ന തന്നെ അവന്റെ പവേഴ്സ് ഉപയോഗിച്ച് എപ്പോഴാണോ എബിസിനെ ഈ അപ്സൈഡ് ഡൗണിന്റെ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുവരാം അപ്പോഴായിരിക്കും ഇവർ അറ്റാക്ക് ചെയ്യേണ്ടതെന്നും വെക്ന അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു എബിസിനെ നീക്കാൻ തുടങ്ങുമ്പോൾ ഹോപ്പർ ആ ഒരു ഗ്ലാസ് മേൽ അടിച്ച് അവൾക്ക് സിഗ്നൽ കൊടുക്കാന്നൊക്കെ ഹോപ്പർ ഇപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹോപ്പറിന്റെ സഹായത്തോടെ എലവൻ ആ ഒരു ടാങ്കിലും അതുപോലെ കലി അതിന് പുറത്ത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത രീതിയിലും അവരുടെ പവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതേ നേരം തന്നെ വില്ലും മൈക്കും ബാക്കി എല്ലാവരും കൂടിയിട്ട് ആ ഒരു ടവറിന്റെ മീതിയിൽ കയറിയിട്ട് എബിസ് എന്ന ആ ഒരു വേൾഡ് അത്യാവശ്യം ഡിസ്റ്റൻസിൽ വരുമ്പോൾ അവിടേക്ക് കയറി പിള്ളേരെ രക്ഷപ്പെടുത്തുന്നതിനും ആ ഒരു വേൾഡ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനുമായിട്ട് ഇപ്പതാ ആ ഒരു ടവറുമേ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ വില്ല് അവനൊരു ഗേ ആണെന്ന് കൺഫ്യൂസ് ചെയ്ത കാരണം കൊണ്ട് ഇത്രയും നാളായിട്ടും നിന്റെ ഒപ്പം നടന്നിട്ടും എനിക്കിതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് മൈക്ക് ഇപ്പോൾ അവനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് താൻ തന്നെ പിന്നീടാണ് മനസ്സിലാക്കിയതെന്നും പക്ഷെ അതൊന്നും അല്ലെന്നും അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവൻ ആക്സെപ്റ്റ് ചെയ്തതാണ് അവരുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നും വില്ലിപ്പോ മൈക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം റിയൽ വേൾഡില് ഒരു റേഡിയോ സ്റ്റേഷനിലായിട്ട് വീൽ ചെയറിൽ അനങ്ങാൻ പറ്റാതിരുന്ന മാക്സിന് ഇപ്പൊ പെട്ടെന്ന് അവളുടെ ബോഡിയൊക്കെ അനക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത് റിയൽ അല്ലെന്നും അവളുടെ സോളാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കി വളരെ കൺഫ്യൂഷനിൽ ഇപ്പൊ അവള് മുമ്പോട്ടേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവള് വീണ്ടും വെക്നയുടെ പിടിയിൽ അകപ്പെടുമെന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നത് ലെവനെയും അവളുടെ ഒപ്പം കലിയുമാണ്. സോ ഈ ടൈമില് നമ്മുടെ മാക്സിന്റെ സോളിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ലെവൻ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവന് ഇനി വെക്നയെ ടാർഗറ്റ് ചെയ്യാനാണെങ്കിലും ഹോളിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും വെക്നയുടെ ഹൈഡ് ഔട്ടുകളും ലൊക്കേഷൻസും ഒക്കെ അറിവുണ്ടായിരുന്ന മാക്സിന്റെ ഹെൽപ്പ് വേണമായിരുന്നു. സോ അങ്ങനെ അവർ 3 പേരും കൂടിയിട്ടാണ് ഇനി വെക്നയ്ക്ക് വേണ്ടി ഹണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേ നേരം ആ ഒരു ടവറിന് മീതയിൽ കയറി നിൽക്കുന്ന നമ്മുടെ പിള്ളേര് എല്ലാവരും കൂടി തന്നെ ഇപ്പൊ ആകാശത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന എബിസ് എന്ന ആ ഒരു വേൾഡിനെ കണ്ടിട്ട് ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന റിയലൈസേഷൻ ഉണ്ടെങ്കിൽ
പോലും ഇതൊക്കെ കണ്ടിട്ട് ചെറുതായിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് പാളിക്കഴിഞ്ഞാൽ 1-2 ജീവനല്ല, പകരം ഈ ഒരു എൻറ്റയർ വേൾഡ് തന്നെയാണ് നശിക്കാൻ പോകുന്നതെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇക്കാര്യം അവർ വേഗം തന്നെ ഹോപ്പറിനെ അറിയിച്ചു. ഹോപ്പർ ഇപ്പോൾ ആ ഒരു സിഗ്നൽ നേരെ ലെവന് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം ലെവനും കളിയും മാക്സും കൂടി നടന്നു പോകുമ്പോൾ അവർക്കിപ്പോൾ വെക്നയുടെ ഒരു ബോഡി അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് വെക്നേനെ ഇവിടെ വെച്ച് ഹേർട്ട് ചെയ്യാൻ പറ്റില്ലെന്നും, കാരണം ഇത് എല്ലിന്റെ മൈൻഡാണെന്നും എല്ല് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഈ സമയത്ത് അവള് വെക്നയുടെ ആ ഒരു കയ്യിലൊന്നും തൊടുമ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും ടെലിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സ്കൂൾ മെമ്മറിയിലോട്ട് എത്തുന്നുണ്ട്. ആക്ച്വലി ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ് വെക്നയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയിട്ടുണ്ടായിരുന്ന അതേ സ്കൂൾ മെമ്മറിയിലേക്കാണ് ഇപ്പോൾ അവർ വീണ്ടും എത്തിയിരിക്കുന്നത്. സോ അതായത് ഇപ്പോൾ ഇവരെത്തിയിരിക്കുന്ന ഈ ഒരു സ്കൂൾ മെമ്മറിയിൽ നിന്നും നമ്മുടെ ഹെൻറിയുടെ ആ ഒരു വീട്ടിലേക്ക്, അതായത് നമ്മുടെ ഹോളിയും പിള്ളേരൊക്കെയുള്ള ആ ഒരു വീട്ടിലേക്ക് എത്താനായിട്ടുള്ള ഒരു ക്ലൂവ് അവരിഞ്ഞ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ റിയൽ വേൾഡിൽ ഇരിക്കുന്ന നമ്മുടെ മാക്സ് ഇപ്പോഴും ആ ഒരു വീൽ ചെയറിൽ ആ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെ ബോധമില്ലാതെ ഇരിക്കുന്നതും, നേരത്തെ ഒരു റേഡിയോ സ്റ്റേഷന്റെ കാറ് കണ്ട കാരണം കൊണ്ട് തന്നെ മിലിറ്ററി കാർ ഇപ്പൊ അവിടേക്ക് എത്തുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ശരിക്കും എബിസിൽ ഇരിക്കുന്ന വെക്ന അവന്റെ പവേഴ്സ് വെച്ചിട്ട് ആ ഒരു വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതും, അങ്ങനെ എബിസ് ഇപ്പോൾ ഏകദേശം 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അപ്സൈഡ് ഡൗണിലെ ഇവർ നിൽക്കുന്ന ആ ഒരു ടവറുമായിട്ട് കൊളൈഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സോ ഈ ഒരു കാര്യം ഡസ്റ്റിൻ ഇപ്പൊ വീണ്ടും ഹോപ്പറിനെ വിളിച്ച് പറയുകയും അവൻ ആ ഒരു സിഗ്നൽ എലവന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കറക്റ്റ് 30 സെക്കൻഡ് ആവുകയും ആ ഒരു എബിസ് വന്നിട്ട് ആ ഒരു ടവറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ലെവൻ ആകട്ടെ മാക്സിന്റെ അടുത്ത് വേഗം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആണെന്ന് വാൺ ചെയ്യുന്നുണ്ടെങ്കിലും മാക്സ് ഇപ്പോൾ അവരോടൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാണ്. ഇതേ നേരം ഫൈനലി ആ ഒരു എബിസ് എന്ന വേൾഡ് ഇപ്പൊ ആ ഒരു ടവറിനെ ഹിറ്റ് ചെയ്യുകയും അതിന്റെ ആ ഒരു ഫോഴ്സിൽ അതിന് മുകളിൽ ഉണ്ടായിരുന്ന സ്റ്റീവ് പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്നതും എന്ന് നമ്മുടെ സ്ക്രീൻ ബ്ലാങ്ക് ആവാണ്. സ്റ്റീവ് താഴേക്ക് വീണു എന്ന് നമ്മൾ വിചാരിച്ചുവെങ്കിലും ആക്ച്വലി അതിനു മുമ്പ് തന്നെ ജൊനാഥൻ അവനെ കയറി പിടിച്ച കാരണം കൊണ്ട് കഷ്ടിച്ച് സ്റ്റീവ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതേ ടൈമിൽ തന്നെ കൂടുതൽ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് കൃത്യം മാക്സിന് ആ ഒരു ക്ലൂ കിട്ടുകയും അവിടെ വെച്ച് നമ്മുടെ ഹെൻറിയുടെ വീട്ടിലേക്കുള്ള പോർട്ടൽ ഓപ്പൺ ആവുകയും ആ ഒരു പിള്ളേരുടെ കൈയും പിടിച്ചിരുന്ന ഹെൻറിയെ ലെവൻ ഇപ്പോൾ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് തെറിപ്പിച്ച് കളഞ്ഞിട്ട് അവരെ ഇന്ററപ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഇരു കുട്ടികളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരിക്കലും ഹെൻറിക്ക് ആ ഒരു എബിസിനെ നീക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു എബിസ് അവിടെ വെച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ മാക്സും ഹോളിയും കൂടി ഇപ്പൊ റീയൂണൈറ്റ് ചെയ്യുകയും മാക്സ് ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരുടെ അടുത്തൊക്കെ ശരിക്കും താനല്ല ഇവിടുത്തെ മോൺസ്റ്റർ എന്നും അത് ശരിക്കും നിങ്ങളുടെ മുമ്പിൽ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു ഹെൻറി തന്നെയാണെന്നും അത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാമെന്നും അവരുടെ അടുത്ത് പറയാണ്. ഇതേ നേരം എബിസ് എന്ന ആ ഒരു വേൾഡ് സ്റ്റോപ്പ് ആയതും ലെവൻ ഹെൻറിയെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ടീം മെമ്പേഴ്സ് ഇപ്പോൾ ആ ഒരു ടവറിന്റെ മീതയിലൂടെ ഈ എബിസ് എന്ന ആ ഒരു വേൾഡിലേക്ക് കടന്നുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ലെവൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ആക്ച്വലി വെക്നയുടെ തന്നെയുള്ള ഒരു മെമ്മറിയിൽ ആയിരുന്നു. പക്ഷെ ഇവർക്ക് ഹോളിയെയും ബാക്കി പിള്ളേരെയും രക്ഷിക്കണമെങ്കിൽ അത് ഈ എബിസിൽ ചെന്ന മാത്രമായിരുന്നതുകൊണ്ട് അവരിപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഓരോരുത്തരായിട്ട് എബിസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതായത് ഒരേ സമയത്ത് വെക്നേനെ അവന്റെ മെമ്മറിയിലും അതുപോലെ തന്നെ ആ ഒരു എബിസിലും വെച്ച് അവസാനിപ്പിക്കാനായിട്ടാണ് നമ്മുടെ പിള്ളേരുടെ പ്ലാൻ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വെക്നയുടെ മെമ്മറിയിൽ കാണിക്കുകയാണെങ്കിൽ നേരത്തെ വീണുപോയ വെക്ന ഇപ്പൊ തിരിച്ച് ഹെൻറി ആയിട്ട് വന്നിട്ട് അവിടെ ബാക്കിയുള്ള പിള്ളേരെ ഒന്നും കാണാത്തോണ്ട് നീ അവരെന്താണ് ചെയ്തതെന്നും അവരെവിടെയാണെന്നും ചോദിച്ച് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പിള്ളേര് വേറെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അവര് കലിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം മാക്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹെൻറി ആയിട്ടുള്ള ശരിക്കത്തെ വെക്നയുടെ യഥാർത്ഥ ആ ഒരു രൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചത്. അങ്ങനെ ആ ഒരു പ്ലാൻ ഏൽക്കുക മാത്രമല്ല ഹെൻറി ഇപ്പൊ ദേഷ്യത്തില് അവന്റെ യഥാർത്ഥ ആ ഒരു രൂപം ലെവന്റെ മുമ്പിൽ എടുക്കുകയും അവളെ ഹേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇത് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് യഥാർത്ഥ മോൺസ്റ്റർ ഹെൻറി ആണെന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഹെൻറി നമ്മുടെ ലെവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ പവേഴ്സ് വെച്ച് അവൻ നമ്മുടെ ലെവന്റെ മൈൻഡ് വായിക്കുകയും അതിൽ മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളും അവന്റെ മെമ്മറിയിലൂടെ ഹെൻറി വായിച്ചെടുക്കുകയും അതിൽ കലിയെ പറ്റിയിട്ടും ഇതിനു മുമ്പ് കലിയുമായിട്ട് ലെവൻ സംസാരിച്ച എല്ലാ രംഗങ്ങളും അവൻ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ഇപ്പൊ നമ്മുടെ മാക്സ് ആകട്ടെ ഒരു പിള്ളേരെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ലെവൻ ഇപ്പോൾ തിരിച്ച് ഹെൻറിയുടെ അടുത്ത് അവളുടെ പവർ ഉപയോഗിച്ചിട്ട് അവനെ വീഴ്ത്തുകയും പിന്നീട് കലിയോട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നേരം കലി ഒരു കത്തിയും എടുത്തിട്ട് നേരെ ഹെൻറിയുടെ ചെസ്റ്റിലേക്ക് അത് കുത്തി കയറ്റുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഹെൻറി ഇപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് വാനിഷായി പോവുകയാണ്. സോ ഇതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മെമ്മറിയിൽ വെച്ചിട്ട് ഹെൻറി അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിലും ആ ഒരു കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താണെങ്കിൽ ആ ഒരു കുട്ടികളില്ലാതെ ഒരിക്കലും വെക്നയ്ക്ക് അവന്റെ പ്ലാൻ നടത്താനായിട്ട് സാധിക്കില്ലെന്നും അതുകൊണ്ട് ഈ പിള്ളേരെ എല്ലാവരെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും മാക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു കേവിന്റെ അടുത്തേക്ക്
പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ നിന്ന് വാനിഷായി പോയ ഹെൻറി ആകട്ടെ ഇപ്പൊ നേരെ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഹോപ്പറിന്റെ അടുത്തേക്കായിരുന്നു. കാരണം നേരത്തെ അവൻ ലെവന്റെ മൈൻഡ് റീഡ് ചെയ്ത കാരണം കൊണ്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിയാമായിരുന്നു. മാത്രമല്ല അതിലൂടെ അവൻ മനസ്സിലാക്കിയിട്ടുള്ള ലെവന്റെ യഥാർത്ഥ പ്ലാനും, അതായത് ഹോപ്പർ ആഗ്രഹിക്കുന്ന പോലെ എബിസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് തങ്ങൾക്കൊപ്പം റിയൽ വേൾഡിലേക്ക് വരാനല്ല, പകരം എബിസിൽ തന്നെ വെച്ച് സ്വയം ഇല്ലാതായിട്ട് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ബീങ്സിന്റെ ഈ ഒരു സൈക്കിള് തന്നെ അവസാനിപ്പിക്കാനായിട്ടാണ് ലെവൻ ട്രൈ ചെയ്യുന്നതെന്നുള്ള ഒരു സത്യം വെഗ്നെ ഇപ്പോൾ ഹോപ്പറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതൊന്നും സത്യമില്ലെന്ന് പറഞ്ഞ് ഹോപ്പർ ഇപ്പോൾ വെഗ്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അത് വെഗ്നയുടെ ഒരു ട്രിക്കായിരുന്നെന്നും അവനിപ്പോൾ നേരെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെവൻ കിടക്കുന്ന ഒരു ടാങ്ക് ആണെന്നും ഇപ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ പെട്ടെന്ന് ആ ഒരു ടാങ്കിൽ ബ്ലഡൊക്കെ കാണുന്നവൻ ആകെ പേടിച്ച് തന്റെ മകളെ പോലെ അല്ല, സ്വന്തം മകളായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ടായിരുന്ന ലെവനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനിപ്പോൾ ആ ഒരു ടാങ്ക് തന്നെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹോപ്പർ നമ്മുടെ ലെവനെ ആ ഒരു ടാങ്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ലെവന്റെ ബോഡി എപ്പോഴാണോ ആ ഒരു ടാങ്കിന് വെളിയിലേക്ക് വന്നത് അതേ നേരം തന്നെ ഹെൻറിയുടെ ആ ഒരു മെമ്മറിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഹോളിയുടെയും ബാക്കി കുട്ടികളുടെയും അടുത്ത് നിന്നിട്ട് നമ്മുടെ എല്ലും അവളുടെ ഹെൽപ്പോട് കൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന മാക്സും കാലിയും ഒപ്പം തന്നെ ഡിസപ്പിയർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ പോവും മുമ്പ് തന്നെ മാക്സ് ഹോളിയോട് ബാക്കിയുള്ള കുട്ടികളെ കൂട്ടിയിട്ട് എത്രയും വേഗം തന്നെ കേവിലേക്ക് പോകാനും അവരെ സേഫ് ആക്കാനും ആവശ്യപ്പെടുന്ന കാരണം കൊണ്ട് ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും ഹോളി ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരെയും കൂട്ടിയിട്ട് എത്രയും വേഗം കേവിലേക്ക് പോവാനും അല്ലെങ്കിൽ ആ ഒരു വെഗ്ന വന്നിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് പോകുമെന്നും പറയുമ്പോൾ പിള്ളേരെല്ലാരും കൂടി ഇപ്പോൾ ഹോളിയോടൊപ്പം ആ ഒരു കേവിനെ ലക്ഷ്യമാക്കി ഓടുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ വെളിയിലേക്ക് വന്ന ലെവൻ ആകട്ടെ എന്തിനാണ് തങ്ങളിപ്പോ പുറത്തേക്ക് കൊണ്ടുവന്നതെന്നും ഞാൻ ഇതുവരെ ഹോളിയെ രക്ഷപ്പെടുത്തിയിട്ടില്ലെന്നും ഹോപ്പറിന്റെ അടുത്ത് പറയുമ്പോൾ തന്നെ കാണാനായിട്ട് നേരത്തെ വെഗ്ന വന്നതും അവൻ തന്നോട് പറഞ്ഞ സത്യങ്ങളൊക്കെ ഹോപ്പർ ഇപ്പോൾ അവളുടെ മുമ്പിൽ റിവീൽ ചെയ്യുമ്പോൾ തനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെന്നും താൻ എത്രയും നാൾ ജീവനോടെ ഇരിക്കുന്നു അത്രയും തന്നെ ബാക്കിയുള്ളവർക്കും ഈ ഒരു ലോകത്തിനും അത് ഡേഞ്ചർ ആണെന്നും അതുകൊണ്ട് തന്നെ പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ബീങ്സ് മരിച്ചാലല്ലാതെ ഇവരുടെ മേലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ്സ് ഒന്നും ഒരിക്കലും സ്റ്റോപ്പ് ആവില്ലെന്നും ലെവൻ അവളുടെ മാക്സിമം ഹോപ്പറിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും എന്ത് വില കൊടുത്തും ഹോപ്പർ അവളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും അവളെ അങ്ങനെ മരിക്കാനായിട്ട് വിടില്ലെന്നും ഹോപ്പർ ഇപ്പോൾ അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഹോളി ഇപ്പോൾ എല്ലാ പിള്ളേരെയും കൂട്ടിയിട്ട് ആ ഒരു കേവിലേക്ക് എത്തുമ്പോഴാണ് അവളുടെ ഡെറിക് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ അവൾ വീണ്ടും തിരികെ ചെന്ന് ഡെറിക്കിനെ വളരെ കഷ്ടിച്ച് തന്നെ വെഗ്നയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി കേവിലേക്ക് ആക്കുന്നുണ്ടെങ്കിലും വെഗ്ന ഇപ്പോൾ അവന്റെ ആ ഒരു പവേഴ്സ് വെച്ചിട്ട് പാവം നമ്മുടെ ഹോളിയെ പിടിച്ച് അവന്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ഈ സമയത്ത് ഡെറിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞിട്ട് ഹോളിയെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഒരു കേവിന്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാരും കേവിലെത്തി സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വെഗ്നയ്ക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ലെന്ന് ഹോളി ഇപ്പൊ എല്ലാവരോടും കൂടി പറയുന്നുണ്ടെങ്കിലും ഇതേ നേരം തന്നെ എന്തൊക്കെ സൗണ്ട് കേട്ട് അവളെ തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ ഹെൻറി വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ ആകെ തളർന്നിട്ടാണെങ്കിൽ പോലും ആ ഒരു കേവിന്റെ ഉള്ളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത് അവൾ കാണുകയും ഉടനെ തന്നെ അവൾ ഈ ഒരു കാര്യങ്ങൾ ബാക്കി കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ എബിസ് എന്ന ഒരു ലോകത്ത് വെഗ്നെ കണ്ടുപിടിക്കാൻ പോയിട്ടുള്ള നമ്മുടെ വില്ലിന് ഇപ്പൊ പെട്ടെന്ന് അവന്റെ മൈൻഡൊക്കെ സ്വാപ്പ് ചെയ്തിട്ട് ഇപ്പൊ വെഗ്ന ചെയ്യുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ഹോളിയും ഫ്രണ്ട്സിനെയും വെഗ്ന കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം അവൻ ബാക്കി എല്ലാരെയും അറിയിക്കുന്നുണ്ട്. സോ ഈ സമയത്താണ് ആക്ച്വലി ലെവനും കലിയൊന്നും അവരുടെ ഒപ്പം ഇല്ലെന്നും അതായത് ഇവരുടെ പ്ലാനിങ്ങിൽ എന്തോ ചേഞ്ച് സംഭവിച്ച കാര്യം ബാക്കി എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ ലെവനും കാലിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടാങ്ക് ഒക്കെ വെച്ചിരുന്ന ലാബിന്റെ അടുത്തേക്ക് മിലിറ്ററിക്കാരെത്തുകയും അവര് ഇങ്ങനെ ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലെവന്റെയും കലിയുടെയും പവേഴ്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഒരു മിലിറ്ററിക്കാരുടെ കണ്ണു വെടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഇടയിൽ കാലി ആ ഒരു റേഡിയേഷൻ കാരണം വയ്യാതെ അവിടെ വീഴുകയും ഹോപ്പർ എലവനെ രക്ഷിക്കാനായിട്ട് അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കാലി ആ ഒരു മിലിറ്ററിക്കാരുടെ പിടിയിലാവുകയും ലെവൻ സേഫായിട്ട് ഹോപ്പറിന്റെ കയ്യിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഹോളിയെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ ബാക്കി കുട്ടികളെല്ലാരും കൂടിയിട്ട് അവള് മാക്സും കൂടിയിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ഹെൻറി വളരെയധികം പേടിക്കുന്ന അവന്റെ ആ ഒരു മെമ്മറിയിലേക്ക് ആ ഒരു ബേസ്മെന്റിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും തിരിച്ച് അപ്സൈഡ് ഡൗണിൽ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെവന്റെ വാക്ക് കേട്ടിട്ട് എങ്ങനെയെങ്കിലും കലിയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോപ്പർ ഇപ്പം നേരെ മിലിറ്ററിക്കാരെ അറ്റാക്ക് ചെയ്ത് ചെല്ലുന്നുണ്ടെങ്കിലും ആ ഒരു മിലിറ്ററിക്കാരാകട്ടെ പാവം നമ്മുടെ ഹോപ്പറിനെയും കലിയെയും ഒപ്പം പിടികൂടി അവരുടെ കഥ ഇപ്പം തീർക്കുമെന്ന രീതിയിൽ അവർ ഗൺ പോയിന്റിൽ നിർത്തുന്ന നേരം തന്നെ ഇപ്പൊ മ്യൂറെ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുകളിൽ നിന്നിട്ട് ഒരു ബോംബൊക്കെ താഴേക്ക് ഇടുന്നത് കാരണം കൊണ്ട് അതിന്റെ ആ ഒരു എക്സ്പ്ലോഷൻ കാരണം നമ്മുടെ ഹോപ്പറിനും ലെവനും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ലെവൻ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് കലിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവളുടെ പവർ യൂസ് ചെയ്ത് ആ ഒരു മിലിറ്ററിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ ഒരു മിലിറ്ററിക്കാരന്റെ തോക്ക് നിന്നിട്ട് ആ ഒരു ഷോട്ട് കലിയുടെ മേത്തേക്ക് കൊള്ളുകയും അവൾ അങ്ങനെ ഇഞ്ചോർഡായിട്ട് ഷോട്ട് ആവുകയും ചെയ്യുന്നുണ്ട്.
സോ ഇത് കാണുന്നതിൽ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നിനക്കൊന്നും പറ്റില്ലെന്നും നീ എൻ്റെ ഒപ്പം ഇന്നും വേണമെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും കലി ഇപ്പോൾ എലവിൻ്റെ അടുത്ത് എൻ്റെ കഥ എന്തായാലും ഇവിടെ വെച്ച് തീരും എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ പതിയെ അവളുടെ കണ്ണുകൾ അടച്ച് മരിച്ച് പോകുകയാണ്. സോ ഇത് കണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് ആകെ തളർന്ന് നിൽക്കുന്ന ലെവനെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ പിള്ളേരാകട്ടെ ആ ഒരു മെമ്മറി വേൾഡിൽ പോളി മാക്സും രക്ഷപ്പെട്ട ആ ഒരു ബേസ്മെന്റിൽ എത്തിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് അവര് എക്സിറ്റ് ചെയ്ത ആ ഒരു പോർട്ടൽ വഴി പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്ന നേരം തന്നെ അവിടേക്ക് ഹെൻറി വരികയും ഈ സമയത്ത് ഇതിനു മുമ്പത്തെ എപ്പിസോഡിലായിട്ട് നമ്മൾ കണ്ട ആ ഒരു മെമ്മറി പണ്ട് കുട്ടിയായിരുന്ന ഹെൻറി ഒരു സ്യൂട്ട് കേസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരാളെ സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് കൊല്ലേണ്ടി വരുന്നതും പിന്നീട് ആ ഒരു സ്യൂട്ട് കേസ് ഓപ്പൺ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മെമ്മറി അവൻ തന്നെ കാണുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഹെൻറി വളരെയധികം ഭയപ്പെട്ട് ആകെ പാനിക്കായിട്ട് അവിടെ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ വില്ല് അവന്റെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഹെൻറിയുടെ അതേ ഒരു ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്ത് ഹെൻറി ഇപ്പോൾ കുട്ടികളുടെ അടുത്താണെന്നും അവൻ അവന്റെ തന്നെ മെമ്മറിയിൽ എത്തി ഇപ്പൊ വളരെയധികം പേടിച്ച് നിൽക്കുകയാണെന്നുള്ള കാര്യം വില്ല് ഇപ്പൊ എല്ലാവരോടും കൂടി പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന ലെവൻ ഇപ്പോൾ ഹോപ്പറിനെ ചെന്ന് കണ്ടിട്ട് അവള് ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്തതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് ഈ ഒരു അപ്സൈഡ് ഡൗണിൽ നിന്ന് ഇതിന് മുകളിലേക്കുള്ള എബിസ് എന്ന ഒരു ലോകത്തേക്ക് ജസ്റ്റ് ഒരു ജമ്പ് ചെയ്താൽ മതിയായിരിക്കുന്നു, തന്നെ അത് ചെയ്യാനായിട്ട് സമ്മതിക്കണമെന്നും അവളിപ്പോൾ ഹോപ്പറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവളിപ്പോൾ പണ്ട് മുതലേ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയായിട്ട് അവൾ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് അവളെ സ്വന്തം മകളായിട്ട് കണ്ട് വളർത്തി വലുതാക്കി ഇത്രയും നാളും അവളെ പ്രൊട്ടക്ട് ചെയ്തതും എല്ലാം ശരിയാണെന്നും പക്ഷേ ലെവന് ഒരിക്കലും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഹോപ്പറിന്റെ മകളാവാനായിട്ട് സാധിക്കില്ല. ഇവിടെ അവളുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ടെന്നും അതിൽ ഏത് ചോയ്സ് വേണം താൻ തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കേണ്ടതും താൻ തന്നെയാണെന്നും അതിന് തന്നെ സമ്മതിക്കണമെന്നും അവള് ഹോപ്പറിന്റെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ട്. ഇതേ നേരം വീണ്ടും ഹെൻറിയുടെ ആ ഒരു മെമ്മറിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോ ഹെൻറിയുടെ ഭയപ്പെടുത്തുന്ന ആ ഒരു മെമ്മറി നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് അന്ന് കുഞ്ഞായിട്ടുണ്ടായിരുന്ന ഹെൻറി ആ ഒരു സയന്റിസ്റ്റിനെ കൊന്നതിന് ശേഷം അയാളുടെ സ്യൂട്ട് കേസ് ഓപ്പൺ ചെയ്യുകയും അവൻ അതിൽ നിന്ന് ഒരു സ്റ്റോൺ കിട്ടുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോണ് അവന് കൈകൊണ്ടെടുക്കുകയും പെട്ടെന്ന് ആ ഒരു സ്റ്റോണിന്റെ പവർ അവന്റെ ബോഡിയിലേക്ക് കയറുകയും അങ്ങനെയുമാണ് അവൻ ഇന്ന് കാണുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് തുടങ്ങുന്നത്. സോ സാധാരണ മനുഷ്യനായിട്ടുണ്ടായിരുന്ന ഹെൻറിയെ ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു മെമ്മറിയാണ് അവൻ തന്നെ പേടിക്കുന്നുണ്ടായിരുന്നത്. ഇതേ സമയത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ വില്ല് അവന്റെ പവേഴ്സ് വെച്ചിട്ട് നേരെ തന്നെ കാണുന്നുണ്ടായിരുന്നു. സോ ഈ നേരം വില്ല് ഇപ്പോൾ ഹെൻറിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് വെക്നെയാണ് ബാക്കി പിള്ളേരെ വെസലുകളായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു വേൾഡിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നതെങ്കിലും ശരിക്കും അത് വെക്നെയല്ലെന്നും വെക്നെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് മൈൻഡ് ഫ്ലയർ ആണെന്നും ശരിക്കും ഈ മൈൻഡ് ഫ്ലയർ ആണ് ഇതിന്റെയൊക്കെ പ്ലാനിന്റെ പുറകിലെന്നും വില്ലിപ്പോ വെക്നയുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ശരിക്കും വില്ലിനെ പോലെ തന്നെ ഈ മൈൻഡ് ഫ്ലയർ കുഞ്ഞായിരുന്ന ഹെൻറി ഒരു ടൂളായിട്ട് ഒരു വെസലായിട്ട് ഉപയോഗിക്കുകയായിരുന്നെന്നും മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ നിന്നിൽ ഒരു പേടി ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേവ് പേടിക്കുന്ന രീതിയിലുള്ള ഒരു ഫിയർ നിന്റെ ഉള്ളില് മൈൻഡ് ഫ്ലയർ ആക്കിയിട്ടുള്ളതെന്നും വില്ലിപ്പ പറഞ്ഞ് ഞങ്ങളോടൊപ്പം കൂടാനും നമ്മളെല്ലാരെയും ഡിസ്ട്രോയ് ചെയ്ത് ആ ഒരു മൈൻഡ് ഫ്ലെയറിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് കൂടി അതിനെ തോൽപ്പിക്കാനായിട്ട് ഇപ്പൊ ഹെൻറിയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു മൈൻഡ് ഫ്ലെയറിന്റെ അത്രയും കൺട്രോളിലായിരുന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ഞാനും മൈൻഡ് ഫ്ലെയറും ഒന്നാണെന്നും നശിച്ചു പോയിട്ടുള്ള ഈ ഒരു ലോകത്തിനെ പുതുതാക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും അവനിപ്പോ പറയുന്നുണ്ട്. ഇതേ നേരം ഇപ്പൊ എബിസ് എന്ന ആ ഒരു ലോകത്തേക്ക് എത്തിയതിനു ശേഷം നമ്മുടെ പിള്ളേരെല്ലാരും കൂടിയിട്ട് വെക്നിയും ആ ഒരു പിള്ളേരും എല്ലാരും ഇരിക്കുന്ന ആ ഒരു ഹൈഡ് ഔട്ട് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അതിന് മുകളിൽ വളരെ ഭീമാകരമായിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചസ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അവർ കാണുന്നത്. പക്ഷെ നേരത്തെ വില്ല് പറഞ്ഞ മൈൻഡ് ഫ്ലെയറിന്റെ ആ ഒരു തിയറി വെച്ച് നോക്കുമ്പോൾ അത് ബ്രാഞ്ച് ഒന്നും അല്ലെന്നും അത് മൈൻഡ് ഫ്ലെയർ തന്നെയാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം ആ ഒരു മൈൻഡ് ഫ്ലെയർ ഇപ്പൊ ജീവനോടെ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുകയും ഇവർ കുറെയൊക്കെ അതിനെ ഷൂട്ട് ചെയ്തും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ മേത്ത് ഒരു വൂണ്ട് ഉണ്ടാക്കാൻ പോലും ഇവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഇപ്പൊ അവിടേക്ക് ലെവൻ എത്തുന്നത്. അങ്ങനെ ഇപ്പൊ അവള് നേരെ തന്നെ ഈ ഒരു വലിയ മൈൻഡ് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്യാണ്ട് അതിന്റെ സ്കിന്നും പൊളിച്ച് നേരെ അതിനകത്തേക്ക് അതിന്റെ ആ ഒരു ഹൈ മൈൻഡിലേക്കാണ് ചെല്ലുന്നത്. കാരണം അവിടെയായിരുന്നു വെക്ന ആ ഒരു പിള്ളേരെയും ഉപയോഗിച്ചിട്ട് അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവന്റെ പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ ലെവൻ ഇപ്പോൾ ആ ഒരു മൈൻഡ് ഫ്ലെയറിന്റെ അകത്തുള്ള വെക്നിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ കൊന്നുകളയാണെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെയായിട്ട് ഈ ഒരു മൈൻഡ് ഫ്ലെയറും ചത്തു പോകുന്ന മനസ്സിലാക്കിയിട്ട് ലെവന് വെക്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ പുറത്തു നിന്നിട്ട് ഈ ഒരു വലിയ മൈൻഡ് ഫ്ലെയറിന്റെ ബോഡിയിൽ കുറെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കി അതിനെ മാക്സിമം വീക്ക് ആക്കിയിട്ട് ഒരേ സമയം അകത്തുള്ള വെക്നെയും പുറത്ത് നിൽക്കുന്ന ആ ഒരു മൈൻഡ് ഫ്ലെയറിനെയും അറ്റാക്ക് ചെയ്ത് അങ്ങനെ രണ്ടിനെയും കൊന്നുകളയാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നാൻസി തന്നെ മുമ്പോട്ട് വന്നിട്ട് ആ ഒരു മൈൻഡ് ഫ്ലെയറിന്റെ ശ്രദ്ധ തെറ്റിച്ച് അതിനെ മാറ്റിക്കൊണ്ട്
പോകുന്ന നേരത്ത് ബാക്കിയുള്ളവരെല്ലാരും കൂടിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുകയും അതിന്റെ മേത്ത് കുറെ ഇഞ്ചുറീസ് ഒക്കെ പറ്റുന്ന അതേ നേരം തന്നെ ഉള്ളിൽ കിടക്കുന്ന വെഗ്നയുടെ പവേഴ്സും വീക്ക് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ലെവന് അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് വെഗ്നയെ ഈസിലി ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. സോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കി ഇപ്പൊ വെഗ്ന ഒട്ടും തന്നെ വിട്ടുകൊടുക്കാണ്ട് അവന്റെ പവേഴ്സ് കൂടുതലും ഇരട്ടിയായിട്ട് നമ്മളുടെ ലെവന് എതിരെ പ്രയോഗിക്കുകയും അവളെ കൊല്ലാനായിട്ട് പോകുന്നതിന്റെയും അതേ മൊമെന്റിൽ തന്നെ പെട്ടെന്ന് വെഗ്നയുടെ ആ ഒരു കൈകളൊക്കെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ലെവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് അവനെ ഇപ്പൊ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് വില്ല് തന്നെയായിരുന്നു. അതായത് വില്ല് പണ്ട് മാക്സിനെ എങ്ങനെയാണോ വെഗ്നയുടെ മൈൻഡിൽ കയറി കൺട്രോൾ ചെയ്ത് അവളെ രക്ഷപ്പെടുത്തിയത്, അതുപോലെ തന്നെ വില്ലിപ്പോ അവന്റെ പവേഴ്സ് ഉപയോഗിച്ച് വെഗ്നയെ തന്നെ കൺട്രോൾ ചെയ്ത് അവന്റെ കൈകളും കാലുകളൊക്കെ ഒടിച്ച് ഇപ്പൊ ലെവൻ അവളുടെ പവേഴ്സും കൂടി യൂസ് ചെയ്തിട്ട് ആ ഒരു ഹൈവ് മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു മുള്ള് പോലത്തെ ഒരു സ്ട്രക്ചറിലേക്ക് ഇപ്പൊ വെഗ്നയെ രണ്ടുപേരും അവരുടെ പവേഴ്സ് ഉപയോഗിച്ച് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ആ ഒരു മുള്ള് പോലത്തെ ആ ഒരു സ്ട്രക്ചറിലേക്ക് ഇപ്പൊ വെഗ്നയുടെ ബോഡി ടച്ച് ചെയ്യുകയും പയ്യെ പയ്യെ അവന്റെ ശരീരത്തിലൂടെ അത് തുളഞ്ഞു കയറുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ പുറത്ത് ബാക്കിയുള്ളവരെല്ലാരും കൂടി ചേർന്ന് മൈൻഡ് ഫ്ലെയറിനെയും തീയൊക്കെ ഇട്ടിട്ട് അതിനെയും അവര് നശിപ്പിച്ച് കളയുന്നുണ്ട്. സോ ടോട്ടലി ഇപ്പോ വില്ലും ലെവനും ഒപ്പം തന്നെ ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് വെഗ്നയുടെയും അതുപോലെ തന്നെ മൈൻഡ് ഫ്ലെയറിനെയും കഥ അവിടെ വെച്ച് തന്നെ തീർക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ പിള്ളേരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഹൈവ മൈൻഡിൽ എത്തിയിട്ട് ആദ്യം തന്നെ നാൻസി പോയിട്ട് അവിടെ ട്രാപ്ഡ് ആയിട്ട് കിടന്നിരുന്ന നമ്മുടെ ഹോളിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ളവരെല്ലാരും ബാക്കി കുട്ടികളെയും കൂടി ഇപ്പോ സേഫ് ആക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ മരിച്ചു എന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചിരുന്ന വെഗ്നയ്ക്ക് ഇപ്പൊ ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പൊ അവിടേക്ക് ഒരു വെട്ടുകത്തിയുമായിട്ട് എത്തുന്ന വില്ലിന്റെ അമ്മയായിട്ടുള്ള ജോയ്സ് ഇപ്പോ അവൻ തന്റെ ഫാമിലിയെ തകർത്തതും വില്ലിനെ എങ്ങനെ പൊസസ് ചെയ്ത് അവനെ വേദനിപ്പിച്ചതും ഒക്കെ ആലോചിച്ച് ആ ഒരു വെട്ടുകത്തി എടുത്തിട്ട് നേരെ വെഗ്നയുടെ കഴുത്തിലേക്ക് അടിച്ച് ഓൺ ദി സ്പോട്ട് അവനെ ഇപ്പൊ കൊന്ന് കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഒരു വെഗ്ന കാരണം ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ നഷ്ടപ്പെട്ട ബാക്കി എല്ലാവരും ഈ ഒരു കാര്യം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മളുടെ പിള്ളേരെല്ലാരും സേഫ് ആയെന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള വെഗ്നയും ആ ഒരു മൈൻഡ് ഫ്ലെയറിനെയും ഒക്കെ തകർത്ത് സന്തോഷത്തോടെ എബിസിലും അപ്സൈഡ് ഡൗണിലൊക്കെ ബോംബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അവരിപ്പോ തിരിച്ച് ഹോക്കിൻസിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവർ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അവിടെ മിലിറ്ററി ഇപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം മിലിറ്ററി ഇപ്പോഴും അതിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താനായിട്ട് ലെവനെ പിടിച്ചുകൊണ്ട് പോകാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ മിലിറ്ററിക്കാർ ആ ഒരു ട്രക്കിൽ നിന്ന് നമ്മുടെ എല്ലാ പിള്ളേരെയും ഇറക്കിയിട്ടായാലും അവർക്കിപ്പോൾ ലെവനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ലെവൻ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും വിചാരിക്കെ തന്നെ ശരിക്കും നമ്മുടെ ലെവൻ ഇപ്പോൾ അപ്സൈഡ് ഡൗണിലുള്ള ആ ഒരു പോർട്ടലിന്റെ അവിടെ നിൽക്കുന്നത് നമ്മുടെ മൈക്ക് കാണുന്നുണ്ട്. ഓൾറെഡി അവർ വരും മുമ്പ് തന്നെ അപ്സൈഡ് ഡൗണിൽ അവിടെ ആയിട്ട് ഒരു ബോംബൊക്കെ സെറ്റ് ചെയ്ത കാരണം കൊണ്ട് അധികം വൈകാണ്ട് അത് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അവരോട് വേഗം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മൈക്ക് അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ലെവൻ ഇപ്പൊ മൈക്കിനെ അവളുടെ ആ ഒരു മൈൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ലെവനെ തെരഞ്ഞിട്ടാണ് ഇപ്പൊ മിലിറ്ററിക്കാർ അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നതെന്നും ഇതിനു മുമ്പ് മൈക്ക് അവൾക്ക് പ്രോമിസ് കൊടുത്തതുപോലെ മനുഷ്യരാരും ഇല്ലാത്ത ഇവരാരും ശല്യപ്പെടുത്താൻ വരാത്ത 3 വെള്ളച്ചാട്ടങ്ങളൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവർ ഒറ്റയ്ക്ക് ജീവിക്കൂന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും നടക്കില്ലെന്നും, കാരണം ഇവളെവിടെയാണെങ്കിലും മിലിറ്ററിക്കാർ ഇവരുടെ പുറകെ വന്നിട്ട് തന്റെ കൂടെയുള്ളവർക്കും ഇത് ഡേഞ്ചർ ആവുമെന്നും അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ ചോയ്സ് തീരുമാനിക്കുകയാണെന്നും ഈ ഒരു കാര്യം എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നീയാണെന്നും അവളിപ്പോ മൈക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് മൈക്കാണെന്നും തന്റെ ഒപ്പം ചെറുപ്പം മുതലേ നിന്നതിന് അവനോട് താങ്ക്സും പറഞ്ഞ് ഇപ്പോ അവൾ ആദ്യം മുതൽ കണ്ടത് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു ലൈഫ് ടൈം ഫുള്ളുള്ള മെമ്മറീസ് ഒക്കെ നമ്മളെ കാട്ടിയതിനു ശേഷം പെട്ടെന്ന് ഇപ്പൊ ലെവൻ മൈക്കിന്റെ അടുത്ത് ഗുഡ് ബൈ പറയുന്നുണ്ട്. സോ ലെവൻ ഇപ്പൊ സ്വയം എലിമിനേറ്റ് ആവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മൈക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മൈക്കിന് ഇപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നേക്കാളും മുമ്പ് തന്നെ ആ ഒരു ബോംബ് ഇപ്പോൾ എക്സ്പ്ലോഡ് ആവുകയും അതിന്റെ ആ ഒരു എഫക്ട് കാരണം കൊണ്ട് എബിസും അപ്സൈഡ് ഡൗണും മുഴുവനും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ അതിന്റെ ആ ഒരു ഫോഴ്സിൽ എല്ലാ കാര്യങ്ങളും അട്രാക്റ്റഡ് ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ലെവൻ അതിനകത്ത് നിന്ന് സങ്കടപൂർവ്വം എല്ലാവരെയും നോക്കുന്നതും എല്ലാവരും കണ്ണീരോടെ ലെവനോട് അങ്ങനെ ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവള് അപ്സൈഡ് ഡൗണിൽ വെച്ച് ഡിസപ്പിയർ ആകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ വൺസ് ആ ഒരു അപ്സൈഡ് ഡൗൺ മുഴുവൻ നശിച്ചതിന് ശേഷം ആ ഒരു പോർട്ടലും ഇപ്പൊ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. സോ ഈ ഒരു കാര്യം കണ്ടിട്ട് തങ്ങളുടെ ഒപ്പം ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇത്രയും പെട്ടെന്ന് മാഞ്ഞു പോയി ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാണ്ട് എല്ലാവരും വളരെയധികം വിഷമിച്ച് കരയുന്നുണ്ട്. സോ ഈ ഒരു സീൻ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സ്ട്രേഞ്ചർ തിങ്സ് ഫാനിനെ സംബന്ധിച്ച് വളരെ ഹേർട്ട് ബ്രേക്കിംഗ് തന്നെയാണ് കേട്ടോ. സോ അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ 18 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. ഇപ്പൊ 18 മാസങ്ങൾക്കൊക്കെ ശേഷം ഹോക്കിൻസ് വീണ്ടും പഴയ പോലെ ആവുകയും ഇപ്പൊ മിലിറ്ററിയോ ക്വാറന്റൈനോ ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് നോർമൽ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ റോക്ക് ആൻഡ് റോബിൻ ആകട്ടെ അവരുടെ പാഷൻ പോലെ ആയിട്ടുള്ള ആ ഒരു റേഡിയോ സ്റ്റേഷനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിനേരം സ്റ്റീവ് ആകട്ടെ അവന്റെ ആഗ്രഹം പോലെ കുട്ടികളെ പല വിധത്തിലുള്ള സ്പോർട്സ് ഒക്കെ ടീച്ച്
ടീച്ച് ചെയ്യുന്ന ഒരു മാഷായിട്ട് വർക്ക് ചെയ്യാണ്. ഇതേ നേരം ലൂക്കസും മാക്സും ആണെങ്കിൽ അവരുടെ ഡേറ്റിംഗ് ലൈഫ് വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. കാരണം ഇന്ന് നമ്മുടെ ക്ലാസ് 18 ഗ്രാജുവേഷൻ ഡേ ആണ്. സോ എല്ലാവരും അവരുടെ ഗ്രാജുവേഷന്റെ തിരക്കിലാണെങ്കിൽ പോലും അതിന്റെ ഇടയിൽ ഇപ്പൊ മൈക്കിനെ മാത്രം കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഈ ഒരു കാര്യം മൈക്കിന്റെ അമ്മ നേരെ ജോയ്സിനെ വിളിച്ച് പറയുകയും നമ്മുടെ ഹോപ്പറോ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ജോയ്സ് ഈ കാര്യം ഹോപ്പറിനെ അറിയിച്ച് ഹോപ്പർ ഇപ്പൊ നേരെ മൈക്കിനെ ചെന്ന് കണ്ട് അവനുമായിട്ട് തുറന്ന് സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് 18 മാസങ്ങൾ കഴിഞ്ഞിട്ടും എല്ലാവരും അവരുടെ ഓൺ ലൈഫിലേക്ക് മൂവ് ഓൺ ചെയ്തതും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും മൈക്ക് മാത്രം ലെവനെ മാത്രം ആലോചിച്ച് ആകെ ഡെസ്പായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ സമയം ഹോപ്പർ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവനെ ഗ്രാജുവേഷന് അയക്കുന്നുണ്ട്. സോ അവിടെ വെച്ച് നമ്മുടെ പിള്ളേരെല്ലാരും കൂടി റീയൂണൈറ്റ് ചെയ്ത് നമ്മുടെ ഡസ്റ്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പീക്കറിൽ നിന്ന് ഒരു ഫ്രീക്വൻസി സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈക്കിന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഈ ഒരു സീരീസിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെയാണോ ഇവരൊക്കെ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ച് സ്വന്തം ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഓരോരുത്തരെയാണ്. നമ്മുടെ നാൻസിയും ജോനാഥനും റോബിനൊക്കെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത് വേറൊരു സൈഡിലാകട്ടെ ജോയ്സിനെ ഇപ്പൊ ഹോപ്പർ പ്രപ്പോസ് ചെയ്ത് അവർ ഒന്നിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മൈക്കും വില്ലും ഡസ്റ്റിനും മാക്സ് എല്ലാവരും കൂടി ഇരുന്ന് അവരുടെ ആ ഒരു ഗെയിം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഗെയിം കളിക്കുന്നതിനിടയിലാണ് മൈക്ക് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. അതായത് നേരത്തെ അവൻ ഗ്രാജുവേഷന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് അന്ന് നൈറ്റ് നമ്മുടെ ലെവൻ അപ്സൈഡ് ഡൗണൊക്കെ ഡിസപ്പിയർ ചെയ്യുന്നേക്കാളും മുമ്പ് മിലിറ്ററിക്കാരാകട്ടെ ഈ ലെവന്റെയും കാലിയുടെയും ഒക്കെ പവേഴ്സിനെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഡിയേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം ആക്ച്വലി അന്ന് അവർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ഡിവൈസസുകളുടെ ഒക്കെ പ്രസൻസിൽ ലെവന് പൂർണ്ണമായിട്ടും അവളുടെ പവേഴ്സ് യൂസ് ചെയ്യാനും അതുപോലെ അപ്സൈഡ് ഡൗണിലേക്ക് അങ്ങനെ ഡിസപ്പിയർ ചെയ്യാനൊന്നും പറ്റില്ല. സോ അതായത് ഇവരാരും അറിയാത്ത എന്തോ ഒരു കളി ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്നും ഒരു പക്ഷെ നമ്മൾ എല്ലാവരും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെവനും കളിയും കൂടിയിട്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു പ്ലാൻ ആയിരിക്കാം ഇതെന്ന് അവനിപ്പോ പറയുന്നുണ്ട്. അതായത് അന്ന് ശരിക്കും കലി മരിച്ചിട്ടുണ്ടാവില്ലെന്നും അന്ന് കലിയും ലെവനും കൂടി സംസാരിക്കവേ കലി ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും പകരം ഇവരിങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ കലി അവളുടെ പവർ വെച്ചിട്ട് ലെവന് വേണ്ടിയിട്ട് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നെന്നും അങ്ങനെ മിലിറ്ററിക്കാരും അവരുടെ ഫ്രണ്ട്സും കണ്ടതുപോലെ ലെവൻ അപ്സൈഡ് ഡൗണിലേക്ക് മാഞ്ഞു പോകുന്നത് ശരിക്കും കലി അവളുടെ പവർ വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഇല്യൂഷൻ മാത്രമാണെന്നും അതിന്റെ ഒരു സിഗ്നൽ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്ന നമ്മുടെ ലെവന്റെ കൈ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യുന്നതും നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. സോ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ഡെത്ത് ഫേക്ക് ചെയ്തതാണെന്നും ലെവൻ ശരിക്കും എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് മൈക്ക് പറയുന്ന അതേ നേരം തന്നെ ഇപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡിൽ കൂടെ നടന്ന് മൈക്കിന്റെ ഒപ്പം അവൾ സംസാരിച്ചതുപോലെയുള്ള വാട്ടർഫോൾ ഒക്കെ എൻജോയ് ചെയ്യുന്ന ലെവനെ നമ്മളെ കാണിക്കുന്നുണ്ട്. സോ ഇത് ബേസിക്കലി മൈക്കിന്റെ ഒരു തിയറി ആണെങ്കിലും ഇത് ശരിക്കും റിയൽ തന്നെ ആയിരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ അവർ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ അവിടെ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ ഹോളിയും അവളുടെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇതേ ഗെയിം തന്നെ വീണ്ടും കളിക്കാനായിട്ട് തുടങ്ങുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ എല്ലാവരുടെ ലൈഫും ബാക്ക് ടു നോർമൽ ആയെങ്കിലും മൈക്ക് ഇപ്പോഴും നമ്മുടെ ലെവനൊക്കെ ആലോചിച്ച് ഇത്തിരി വിഷമത്തിലാണെന്നും കാണിച്ച് ഒരു സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. നീവേ 10 വർഷങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഗംഭീര സീരീസ് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നത്. സോ അതിന്റെ ഒരു വിഷമം എല്ലാ സ്ട്രേഞ്ചർ തിങ്സ് ഫാനിനും ഉണ്ടാവുമെന്നറിയാം. അതുപോലെ തന്നെ ഇതിന്റെ എൻഡിങ്ങിനെ പറ്റിയിട്ടുള്ള പലരുടെയും ധാരണകൾ തന്നെ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും. ബട്ട് എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല സീരീസ് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.